ഞാൻ വണ്ടി എടുത്തപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ, ക്രെറ്റ എൻലൈനും ക്രെറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എന്തിനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോർമൽ എന്താണെന്ന് പറഞ്ഞുതരാം. മെയിനായിട്ടുള്ള ഡിഫറൻസ്, ക്രെറ്റ എൻലൈനിൽ വരുന്നത് 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 158 BHP ആണ്. നോർമൽ ക്രെറ്റയിലാണെങ്കിൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്, പെട്രോളും വരുന്നുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 113, അതായത് 113 BHP ആണ്. അപ്പോൾ അതിൻ്റെ പവറിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അത് വണ്ടി ഓടിച്ച് നോക്കിയാൽ നമുക്ക് അതിൻ്റെ പവർ, അതിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. പിന്നെ ഒരു എൻലൈൻ എന്ന് പറഞ്ഞൊരു സ്പോർട്ടി ലുക്കാണ് വണ്ടിക്ക് വരുന്നത്. അത് ലുക്കിൽ മാത്രമല്ല, ആ ഒരു വണ്ടി സ്പോർട്ടി ആയിട്ട് ഓടിക്കാനും കൂടിയാണ് അവർ ആ ഒരു എൻജിൻ സ്പോർട്ടി ആയിട്ട് അവർ ട്യൂൺ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഓടിക്കുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ അതിൻ്റെ മെയിനായിട്ട് വരുന്നത് ഡബിൾ എക്സോസ്റ്റ് ആണ് വരുന്നത്. ഭയങ്കര ഭീമാകാരമായ ഒരു സൗണ്ടൊന്നും അല്ല, എന്നാലും നമുക്കൊരു ഓടിക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടും കേട്ടോ. നമ്മൾ എക്കോ, നോർമൽ, സ്പോർട്ട് എന്നീ മോഡുകളാണുള്ളത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് കൊളിഷൻ ഡിറ്റക്ടർ സെൻസറൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ്. അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വണ്ടിയിൽ. പിന്നെ വരുന്നത് നമുക്ക് മെയിനായിട്ട് പാഡൽ ഷിഫ്റ്റേഴ്സാണ് കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളാണ് സംഭവം. നമുക്കൊന്ന് എൻലൈൻ എടുക്കുന്നത് ചുമ്മാ നോർമൽ ഓടിക്കാൻ എന്തായാലും അല്ലല്ലോ. അപ്പോൾ ഈ ഒരു എൻലൈൻ മോഡൽ എടുക്കുന്നവർ കുറച്ചൊന്ന് അഗ്രസീവായിട്ട് ഓടിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അല്ലെങ്കിൽ നോർമൽ ക്രെറ്റ എടുക്കാനാണ് എൻ്റെ ഒരു സജഷൻ കേട്ടോ. കാരണം ഇത്രയും പവറുള്ള വണ്ടിയൊക്കെ നമുക്ക് നോർമൽ യൂസിന് കുറച്ചൊന്ന് അഗ്രസീവായിട്ട് ഓടിക്കാനൊക്കെ ആയിരിക്കും ബെറ്റർ. 26 ലക്ഷത്തിന് എന്തായാലും സംഭവം പൊളിയാണ് കേട്ടോ. അപ്പം ഈ എൻലൈൻ എടുക്കുന്നവരാരും നിരാശപ്പെടത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. സംഭവം നിങ്ങൾ സ്പോർട്സ് മോഡൊക്കെ ഇട്ട് വണ്ടി ഒന്ന് കത്തിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, വേറെ ലെവലായിരിക്കും ഗൈസ്. പിന്നെ ഇത്രയും ഫീച്ചേഴ്സ്, കൊളിഷൻ ഡിറ്റക്ടേഴ്സ്, അതൊക്കെ നമുക്ക് യൂസ്ഫുള്ളുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എൻലൈൻ തന്നെ സജസ്റ്റ് ചെയ്യും. ഒന്ന് സ്പോർട്സിൽ ഒക്കെ ഒന്ന് അഗ്രസീവായിട്ട് ഓടിക്കണം എന്നുള്ളവർക്കൊക്കെ.